നമസ്കാരം. ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി. ഈ ഒരു മാസമായ സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ സമീപിച്ചു എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നത്. നേരത്തെ ഇറാൻ അങ്ങോട്ട് വിളിച്ചു, അങ്ങോട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ട്രംപ് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ആ സമയങ്ങളിലൊക്കെ അത് ട്രംപ് നുണ പറയുന്നതാണ് എന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉള്ള പ്രതികരണങ്ങളും വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ, ഉപാധികൾ, അത് ഇസ്ലാമാബാദ് വഴി കിട്ടിയിട്ടുണ്ട് എന്ന് ഇറാൻ സമ്മതിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ തുർക്കിയും ഈജിപ്തും ഖത്തറും ഒക്കെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ തുർക്കിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ കുറച്ച് കടുപ്പിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അതായത് എർദോഗാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ഭാഗത്ത് ചർച്ച നടത്തി മറുവശത്തുകൂടെ ഇറാനെ ആക്രമിക്കാനാണ് പദ്ധതിയെങ്കിൽ തുർക്കി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് അമേരിക്കയെ വിളിച്ച് ഇത്ര കടുത്ത ഭാഷയിൽ തുർക്കി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ തുർക്കിയുടെ പ്രസിഡന്റ് സംസാരിക്കുന്നത്. നേരത്തെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ചേർന്ന് ഒരു ഭാഗത്ത് അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇറാനെ ആക്രമിച്ചത്. അതുപോലെ ഇപ്പോൾ കരയുദ്ധത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ മറ്റു വഴികളിലൂടെ ഇറാനെ ആക്രമിക്കാനാണ് പദ്ധതിയെങ്കിൽ ഈ ചർച്ച നമുക്ക് വേണ്ട, തുർക്കി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാനോടൊപ്പം ചേരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് മൊസാദ് ഇവിടെ കുർദുകൾക്ക് ആയുധം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ തകർക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോലും മൊസാദിനെ തള്ളി പറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. മൊസാദ് പറഞ്ഞത് കേട്ടാണ് ഈ യുദ്ധത്തിന് ഇറങ്ങിയത് എന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതായത് യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചു, നിങ്ങൾ പറഞ്ഞത് കേട്ടാണ് ട്രംപ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിൽ ചതിയിലൂടെ ഇറാനെ വീഴ്ത്തണം. ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ മൊസാദ് നടത്തുന്നുണ്ട്, അതിന് അമേരിക്കയുടെ പിന്തുണയുമുണ്ട് എന്ന് തുർക്കി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ചർച്ചയൊക്കെ ആകാം, ഇറാനെ ചർച്ചയിലേക്ക് കൊണ്ടുവരാം, പക്ഷേ മറുവശത്തുകൂടെ നിങ്ങൾ ചതിയിലൂടെ ഒരു ആക്രമണം ഇറാനെതിരെ നടത്തരുത്, കുർദുകൾക്ക് ആയുധം കൊടുത്തുകൊണ്ട് ഇറാനെ ആക്രമിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറാനോടൊപ്പം ചേർന്ന് കുർദുകൾക്കെതിരെ തുർക്കി ആയുധം എടുക്കുമെന്നാണ് റജബ് തയ്യിബ് എർദോഗാൻ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ കുർദുകളെ തീവ്രവാദികളുടെ പട്ടികയിലാണ്, ഭീകരവാദികളുടെ പട്ടികയിലാണ് തുർക്കി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അമേരിക്കൻ ബേസുകൾ ഗൾഫ് മേഖലയിൽ അടച്ചുപൂട്ടിയത് അവിടെ നിന്നും ഇസ്രായേലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ച പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇറാന്റെ എല്ലാ കാലത്തെയും ആവശ്യമാണ് ഗൾഫ് മേഖല വിട്ട് അമേരിക്ക പൊക്കോളണം, അവിടുത്തെ അമേരിക്കൻ ബേസുകൾ അടച്ചുപൂട്ടണം എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഇറാന്റെ ആഗ്രഹം പോലെ തന്നെ ചില ചർച്ചകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് അത്തരത്തിലൊരു ഉപദേശം കൊടുത്തിരിക്കുന്നു, ട്രംപിന് മുന്നിൽ അത്തരത്തിലൊരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് ഗൾഫ് മേഖലകളിലുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ, അമേരിക്കൻ പടയുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി അവിടെയുള്ള ബേസുകൾ അടച്ചുപൂട്ടി അത് ഇസ്രായേലിലേക്ക് കൊണ്ടുവരണം, ഇസ്രായേലിൽ പുതിയ താവളങ്ങൾ സ്ഥാപിക്കണം. എന്തായാലും ഗൾഫ് മേഖലയിൽ തുടർച്ചയായി അമേരിക്കൻ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഈ യുദ്ധം അവസാനിച്ചാലും ഭാവിയിൽ അമേരിക്കൻ സൈനികരുടെ ജീവൻ അത് അപകടത്തിലാകാൻ പാടില്ല. ഇനിയും ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെയുള്ള അമേരിക്കൻ ബേസുകൾ അടച്ചുപൂട്ടി അത് ഇസ്രായേലിലേക്ക് കൊണ്ടുവരിക, ഇസ്രായേലിൽ അവരുടെ ജീവന് കുറച്ചുകൂടെ സുരക്ഷ കൊടുക്കാൻ കഴിയും, ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ കഴിയും. അവിടെ എയറോ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ അയൺ ഡോം ഉൾപ്പെടെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അതിനു കീഴിൽ ഇവിടെ അമേരിക്കൻ സൈനികരെ കൊണ്ടുവന്നാൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. ഗൾഫ് മേഖലകളിലുള്ള അമേരിക്കൻ ബേസുകൾ അടച്ചുപൂട്ടിയത് ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു ഉപദേശം, ഒരു നിർദ്ദേശം ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അമേരിക്കൻ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ഒരു ചിന്ത ട്രംപിനുണ്ട്. അതേസമയം ഗൾഫ് രാജ്യങ്ങളുമായി പതിറ്റാണ്ടുകൾ തുടരുന്ന ബന്ധം
അത് അവസാനിക്കുമോ അല്ലെങ്കിൽ അത് താറുമാറാകുമോ, നയതന്ത്ര ഇടപെടലൊക്കെ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എല്ലാം ഇസ്രായേൽ കേന്ദ്രീകരിച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിനെക്കുറിച്ചും ഇപ്പോൾ ചർച്ചകൾ ഉയർന്നു വരികയാണ്. എന്തായാലും സംഘർഷം ഒന്ന് അയയുന്നതിന്റെ ലക്ഷണം ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇസ്ലാമാബാദ് വഴി അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, 15 നിർദ്ദേശങ്ങൾ, ഉപാധികൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഇറാന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്.